കണ്ണാടിപ്പാലം കാണാൻ തിരുവനന്തപുരംകാർക്ക് ഇനി കന്യാകുമാരി വരെയൊന്നും പോവേണ്ട. വിള്ളലുണ്ടായതിനാൽ 1 വർഷമായി അടച്ചിട്ടിരുന്ന ആക്കുളം കണ്ണാടിപ്പാലം ഒടുവിൽ സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തു. ട്രാഫിക് സിനിമയിൽ നിവിൻ പോളി ആസിഫ് അലിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സ്പീഡ് പേടിയുണ്ടോന്ന്. അതുപോലൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഹൈറ്റ് പേടിയുണ്ടോ? നോ എന്നാണ് ഉത്തരമെങ്കിൽ നേരെ പോരെ തിരുവനന്തപുരം ആക്കുളത്തുള്ള ടൂറിസ്റ്റ് വില്ലേജിലേക്ക്. ഇവിടെ സഞ്ചാരികൾക്കായി ഒരുങ്ങിയിരിക്കുകയാണ് ദാ ഈ കാണുന്ന കണ്ണാടിപ്പാലം. അടി ഉയരവും 50 മീറ്റർ നീളവും 2 മീറ്റർ വീതിയുമുള്ള കണ്ണാടിപ്പാലം സാഹസിക വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാനായി ടൂറിസം വകുപ്പിന് കീഴിൽ സജ്ജമാക്കിയ സംസ്ഥാനത്തെ ആദ്യത്തെ കണ്ണാടിപ്പാലമാണിത്. പാലത്തിന് മുകളിൽ നിന്നാൽ ടൂറിസ്റ്റ് വില്ലേജിന്റെ മനോഹര ദൃശ്യങ്ങളും ആക്കുളം കായലിന്റെ ഭംഗിയുമെല്ലാം ഒറ്റ ഫ്രെയിമിൽ ആസ്വദിക്കാം. പാലം കാണാൻ കയറുമ്പോൾ പെട്ടെന്നൊരു ചാറ്റൽ മഴ. പാലത്തിന്റെ അറ്റത്ത് നിന്ന് മൂടൽ മഞ്ഞുയരുന്നു. കാര്യമൊരു അമ്പരപ്പൊക്കെ തോന്നുമെങ്കിലും പേടിക്കേണ്ടതില്ല. കാരണം പാലം ആസ്വദിക്കാൻ എത്തുന്നവർക്ക് പുത്തൻ അനുഭവം പകരാൻ ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങളാണ് ഇവയെല്ലാം. ഒരാൾക്ക് 10 മിനിറ്റ് കൃത്യമായിട്ട് നിൽക്കാൻ കഴിയും. ആ നിലയിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. മുതിർന്നവർക്ക് 200 രൂപയും കുട്ടികൾക്ക് 150 രൂപയുമാണ് ഇപ്പം അതിൻ്റെ ഒരു ഫീസായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. 22-ാം തീയതി വൈകിട്ട് 5:30 മണിക്ക് ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്യേണ്ട പാലത്തിൽ വിള്ളലുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് പാലം അടച്ചിട്ടിരിക്കുകയായിരുന്നു. നിലവിൽ സുരക്ഷാ പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയതോടെയാണ് പാലം സഞ്ചാരികൾക്കായി തുറക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.